ഹലോ, ഞാൻ ഹിബ. CM അക്കാഡമിയിൽ 22 ബാച്ചിലെ റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ പണ്ട് തൊട്ടേ MBBS എടുക്കണം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം വന്നത് മുതൽ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യാതെ CM അക്കാഡമി ചൂസ് ചെയ്യാനുള്ള റീസൺ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഏറ്റവും വീക്ക് സബ്ജക്റ്റ് വാസ് ബയോളജിയിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ബയോളജി പഠിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യും, ഇവിടെ വന്നിട്ട് എങ്ങനെ MBBS പഠിക്കുമെന്നൊക്കെ. പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നത് CM അക്കാഡമിയിലെ ഷെഡ്യൂൾസും സ്റ്റഡി മെറ്റീരിയൽസുമാണ്. ബയോളജി മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും വളരെ നല്ല എക്സാം ഷെഡ്യൂൾസും സ്റ്റഡി മെറ്റീരിയൽസും CM അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നീറ്റ് എഴുതാൻ വരുന്ന മെജോറിറ്റി സ്റ്റുഡൻസിൻ്റെയും വീക്ക് സബ്ജക്റ്റ് ആയിരിക്കും ഫിസിക്സ്. അവിടെ CM അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ലൈക്ക് സുരേഷ് സാർ, സന്തോഷ് സാറെല്ലാം ഒരു നീറ്റ് സ്റ്റുഡൻറ്റിന് ഫിസിക്സ് ക്രാക്ക് ചെയ്യാൻ ഇത് മതി എന്ന് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫാക്കൽറ്റീസ് ആയിരുന്നു. അത് കെമിസ്ട്രിയുടെ കാര്യത്തിലും അതെ. ഇനി അക്കാഡമിക് സപ്പോർട്ടുകൾ മാത്രമല്ല, ഇമോഷണൽ സപ്പോർട്ടിൻ്റെ കാര്യത്തിലും CM അക്കാഡമി ഒരുപടി മുന്നിലാണ്. നമുക്ക് നീറ്റ് കോച്ചിങ് എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഒരുപാട് സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവുന്ന, നിർത്തിപ്പോയാലോ എന്ന് തോന്നുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിലും മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു. ഞാൻ സാർ എടുത്ത് എന്നിട്ട് ഞാൻ നിർത്തുക, വേറെ ഏതെങ്കിലും കോഴ്സ് നോക്കാം എന്നൊക്കെ മൂസിൻ സാർ എടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ വർഷം നിനക്കുള്ളതാണ് എന്നൊരു കോൺഫിഡൻസ്, ഈ വർഷം നീ ഒരു MBBS സീറ്റ് ക്രാക്ക് ചെയ്തിരിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് മൂസിൻ സാറാണ്. മൂസിൻ സാർ മാത്രമല്ല, CM അക്കാഡമിയിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ നമുക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടും, ഇപ്പോൾ അത് നമ്മൾ ഒരു അക്കാഡമിക് ഡൗട്ടുമായിട്ട് ചെന്നാലും അതല്ല ഒരു ഇമോഷണൽ സപ്പോർട്ടിനാണെന്നുണ്ടെങ്കിലും അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇനി മറ്റ് ഫെസിലിറ്റീസ്, ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാം ഏരിയയിലാണ് ഹോസ്റ്റൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല സ്റ്റഡി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ, ഈ ഒരു ടെൻഷൻ, ഈ ഒരു സെൽഫ് ഡൗട്ടിൽ നിന്ന ആൾ എന്നുള്ള രീതി പറയുവാണ്. ഞാൻ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ബാക്ക് ബോൺ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് CM അക്കാഡമി ആയിരുന്നു. CM അക്കാഡമി എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.